നമസ്കാരം, ഞാൻ ശിവരാമൻ. പ്രൈം ടൈമിലേക്ക് വിശദമായി. യുവ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ്. യുവ നേതാവിൽ നിന്ന് ദുരനുഭവമുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞു, നടപടിയുണ്ടായില്ല. പാർട്ടിയിലെ പല സ്ത്രീകൾക്കും ദുരനുഭവമുണ്ടായി, അവർ കാര്യങ്ങൾ തുറന്നു പറയണം, ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം നടപടിയെടുക്കണമെന്നും റിനി ആൻ ജോർജ്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഞാനത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയ് ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. പക്ഷെ അത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള സ്ത്രീകളും. നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത്. ധാർമ്മികത വേണം, കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് പുതുമുഖ നടി വ്യക്തമാക്കുന്ന കാര്യങ്ങൾ? നിതിൻ, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് യുവനടിയുടെ ഭാഗത്തും ഉണ്ടായത്. യുവനേതാവ് ആരാണെന്നോ അല്ലെങ്കിൽ യുവനേതാവിന്റെ പ്രസ്ഥാനം ഏതാണെന്നോ പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇന്ന് ഈ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ തുറന്നു പറച്ചിലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിമർശനം സമൂഹ മാധ്യമങ്ങൾ ഉയരുന്നുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടി ഈ ചോദ്യം ഉണ്ടായി. പക്ഷേ അത് നിഷേധിക്കാനോ അതാണെന്ന് പറയാനോ ഈ യുവനടി തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ചില സൂചനകൾ ഈ തുറന്നു പറച്ചിലിന് പിന്നിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ചില ഗുരുതരമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് 3.5 വർഷം മുൻപാണ് ആദ്യമായി ഈ യുവനേതാവിൽ നിന്ന് ദുരനുഭവം ഉണ്ടായത്. അതിനുശേഷം പലതവണ ഉപദേശിച്ചു, വഴക്ക് പറഞ്ഞു, നേരെയാക്കാൻ നോക്കി, പക്ഷെ നേരെയാകുന്നില്ല എന്ന് കണ്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തുറന്നു പറച്ചിൽ തയ്യാറായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫെബ്രുവരിയിൽ വരെ ആ യുവ നേതാവിൽ നിന്നും ഒരു അശ്ലീല സന്ദേശം അടങ്ങുന്ന മെസ്സേജ് തനിക്ക് ലഭിച്ചു. പക്ഷേ ഇത് നേതൃത്വത്തിന് മുമ്പിൽ ശ്രദ്ധപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോൾ പോയി ശ്രദ്ധയിൽപ്പെടുത്തു എന്നായിരുന്നു ആ യുവ നേതാവിന്റെ നിലപാട്. മാത്രമല്ല, ഇതിനു മുൻപും സമാനമായ നിലയിൽ തന്നെ പീഡനക്കേസിൽ ഉൾപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ അതെല്ലാം അതിജീവിച്ച് വന്നിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഈ യുവ നേതാവിന്റെ ഭാഗത്തും ഉണ്ടായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അത്തരമൊരു ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടി പെരുമാറുന്ന യുവ നേതാവിനെതിരെ ഇത്തരത്തിലൊരു പ്രതിഷേധവും ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ നേതാവിനെതിരെ പാർട്ടി ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തുടർ നടപടി മുന്നോട്ട് പോകുന്ന കാര്യം ആലോചിക്കും എന്നാണ് ഇന്നിപ്പോൾ ഈ യുവനടിയുടെ ഭാഗത്തും വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഗുരുതരമായ നിരവധി കാര്യങ്ങൾ ഇന്ന് ഈ യുവനടി പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ യുവ നേതാവിന് അതിനുശേഷമാണ് സ്ഥാനമാനങ്ങൾ നൽകിയിരിക്കുന്നത്, ജനപ്രതിനിധി തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. മാത്രമല്ല, ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിലെ പെട്ട നേതാക്കളുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും സമാനമായ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതികരണമാണ് ഇന്നിപ്പോൾ റിനിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ നേതാക്കളുടെ ഭാഗത്തും നടപടി ഉണ്ടായിട്ടില്ല. ഈ ഒരു വിഷയം ഒരു നേതാവിനോട്, ഈ യുവ നേതാവിന്റെ പ്രധാനപ്പെട്ട നേതാവിനോട് സൂചിപ്പിച്ചപ്പോൾ അതവന്റെ മിടുക്ക് എന്നായിരുന്നു പ്രതികരണം ഉണ്ടായത്. ആ നേതാവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ ഇന്ന് യുവനടി തയ്യാറായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആളുകൾ ഇത്തരത്തിൽ യുവ നേതാക്കളൊക്കെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ചില ധാർമ്മികതകൾ പാലിക്കേണ്ടതുണ്ട് എന്ന ഒരു പ്രതികരണമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ യുവ നേതാവിനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എങ്കിൽ തുടർ നടപടി മുന്നോട്ട് പോകും എന്ന നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. ചില സൂചനകൾ ഇന്ന് യുവനടിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും പരാതിയെ അറിയിച്ചിരുന്നുവെന്നും ഒക്കെ നടി വ്യക്തമാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഈ അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ടല്ലോ. അത്തരത്തിൽ ഈ ഒരു പ്രതികരണം പ്രതീക്ഷിക്കണമെന്ന് ഇതിൽ തീർച്ചയായും. കാരണം ചില സൂചനകൾ ഇന്നത്തെ ഈ യുവനയുടെ ഭാഗത്തും പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് കൂടിയാണ് ഇയാളുടെ ഒരു പെരുമാറ്റം എന്ന് വ്യക്തമായപ്പോൾ തന്നെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ എന്തായാലും സ്വാഭാവികം ഉണ്ടാകും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ പല പരാതികളും ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവ നേതാവിനെതിരെ മുൻപ് സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പല പെൺകുട്ടികൾക്കും ഇത്തരം ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഒരു തുറന്നു പറച്ചിലിന് അവർക്കൊരു അവസരമാകട്ടെ എന്ന നിലയിൽ ഇത്തരമൊരു തുറന്നു പറച്ചിൽ താൻ തയ്യാറായതെന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ റിനിയുടെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ഇതിൽ ഈ യുവ നേതാവ് പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാന നേതാക്കളടക്കം ഇതിൽ പ്രതികരണം നൽകേണ്ടി വരും. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെയും സമാനമായ നിലയിൽ തന്നെ പരാതികൾ ഈ യുവ നേതാവിനെതിരെ ഉയർന്നിരുന്നു. അത്തരം പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് പാർട്ടി നേതാക്കളുടെ ഭാഗത്തെല്ലാം തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും പേര് പറയാനോ അല്ലെങ്കിൽ പ്രസ്ഥാനം ഏതെന്ന് വെളിപ്പെടുത്താനോ ഇന്ന് നടി തയ്യാറായിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നത്, അതിനുശേഷം മാത്രമേ തന്റെ തുടർ നീക്കങ്ങൾ എന്താണെന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും
ഏറ്റവും ഒടുവിലെ ഈ ഫെബ്രുവരി വരെ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തൽ തയ്യാറായിരിക്കുന്ന കാര്യമാണ് നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ വെളിപ്പെടുത്തലാണ് യുവ നേതാവിനെ നൽകിയിരിക്കുന്നത്, അതും ജനപ്രതിനിധിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു പരാതിക്ക് ഗൗരവം ഏറെയാണ്. ആ ഒരു നിലയിൽ തന്നെ ഇതിനെ ഈ പ്രസ്ഥാനം അതിനെ പരിഗണിക്കും എന്നൊരു പ്രതീക്ഷ എന്തായാലും ഈ ഘട്ടത്തിൽ ഈ യുവനടിക്ക് ഉണ്ട്. പക്ഷേ അത് ഇല്ല എങ്കിൽ എന്തായാലും തുടർ നടപടി മുന്നോട്ട് പോകും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് യുവനടി റിനി. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത റാഫി കരീം അറിയിക്കുന്നത്, പരീക്ഷാ ദിവസം വിദ്യാർത്ഥികളോട് സ്വകാര്യ ബസിന്റെ ക്രൂരത. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ല. മോറക്കല സെന്റ് മേരീസ് സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് സ്വകാര്യ ബസ്സിനെതിരെ MVDക്ക് പരാതി നൽകിയത്. LMS എന്ന ബസ്സാണ് വിദ്യാർത്ഥികളെ കയറ്റാതെ പോയത്. ഇത് പരീക്ഷാ ദിനത്തിലാണ്. പരാതിയിൽ നടപടി ഉണ്ടാകും എന്ന് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുന്നുണ്ട്. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. പരീക്ഷാ ദിവസമാണ് ഇത്തരത്തിൽ LMS എന്ന ബസ് വിദ്യാർത്ഥികളെ കയറ്റാതെ പോയത് എന്നാണ് റാഫി കരീം അറിയിക്കുന്നത്. ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കും ഒടുവിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത്. കയ്യേറ്റം ആരോപിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തി. भारत के संविधान का संशोधन करने वाले विधेयक को 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് 30 ദിവസം ജയിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ബില്ലിന്റെ പരിധിയിൽ വരും. അവതരണത്തിനിടെ ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷം കീറിയെറിഞ്ഞു. ബിൽ ജനാധിപത്യ വിരുദ്ധവും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. ആരോപണം ഉയർന്ന സമയത്ത് താൻ രാജിവെച്ചെന്ന് KC വേണുഗോപാലിന് അമിത്ഷായുടെ മറുപടി. मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक मैं कोर्ट से निर्देश नहीं हुआ कोई संविधान को मैंने स्वीकार नहीं किया. സഭയുടെ നടുത്തരത്തിലിറങ്ങിയ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ വക്കോളമെത്തി. 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതി ബിൽ പരിഗണിക്കും. 24 ഡൽഹി. 30 ദിവസം ജയിലിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന ബില്ലിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിൽ BJP ഇതര സർക്കാരുകളെ വേട്ടയാടാനുള്ള സംഘപരിവാറിന്റെ കുതന്ത്രമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. BJPയുടെ പകപോക്കൽ വേട്ടയാടൽ രാഷ്ട്രീയത്തിന് തുടർച്ചയാണ്. ഭരണഘടനാ ഭേദഗതിക്കെതിരെ ഒറ്റക്കെട്ടായി രംഗത്തു വരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ഓൺലൈൻ ചൂതാട്ട നിയന്ത്രണ ബിൽ ലോക്സഭ പാസാക്കി. ചില ഓൺലൈൻ ഗെയിമുകളുടെ പണം തീവ്രവാദ ഫണ്ടിങ്ങിനും കള്ളപ്പണം വെളുപ്പിക്കലും ഉപയോഗിക്കുന്നുവെന്നും സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയാണ് ബിൽ കൊണ്ടുവന്നത് എന്നുമായിരുന്നു മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. ഇന്ത്യയിലെ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതാണ് ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബിൽ 2025. സഭയിൽ ബില്ല് അവതരിപ്പിച്ച് നിമിഷങ്ങൾക്കിടെ തന്നെ ശബ്ദ വോട്ടോടെ ബില്ല് പാസായി. विधेयक पर डिबेट नहीं करना चाहते बने जो सदस्य के पक्ष में हाँ गए जो सदस्य विरोध में ना गए मेरे विचार में निर्णय हाँ वालों के पक्ष में. ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ ചർച്ചയില്ലാതെ ബില്ല് പാസാക്കുകയായിരുന്നു. ഇ സ്പോർട്സ്, വിദ്യാഭ്യാസ ഗെയിമുകൾ, സോഷ്യൽ ഗെയിമിംഗ് എന്നിവയുൾപ്പെടെയുള്ള ഓൺലൈൻ ഗെയിമിംഗ് മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിയന്ത്രിക്കാനുമാണ് ബില്ല്. ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും അവയുടെ സെലിബ്രിറ്റി പ്രൊമോട്ടേഴ്സിനും നിരോധനങ്ങളും കഠിനമായ ശിക്ഷകളും ബില്ലിൽ നിർദ്ദേശിക്കുന്നുണ്ട്. 24 ഡൽഹി. മലപ്പുറത്ത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയ പിഞ്ചു കുഞ്ഞിന് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷപ്പെടുത്തി പിതാവ്. അമ്മനിക്കാടാണ് ഈ സംഭവം. സിവിൽ ഡിഫൻസ് അംഗം ഷെഫീഖ് അമ്മനിക്കാടിനാണ് ലഭിച്ച പരിശീലനം തുണയായത്. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ദൃശ്യങ്ങളിലേക്ക്. വിപിൻ C. വിജയനുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. വിപിൻ, വിശദാംശങ്ങൾ.
ഉന്മേഷ്, നമ്മൾ വളരെ പരിഭ്രമിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ അവിടെ എങ്ങനെ അടിയന്തരമായിട്ട് ഇടപെടണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ദൃശ്യങ്ങൾ. ഇത് ഇന്ന് രാവിലെ 8:45 കൂടി പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അമ്മിനിക്കാട് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഷഫീഖ് അമ്മിനിക്കാട് ഒരു സിവിൽ ഡിഫൻസ് അംഗം കൂടിയാണ്, അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. 3 വയസ്സ് മാത്രമാണ് കുഞ്ഞിന് പ്രായം. ഈ സമയത്ത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഇത്തരത്തിലൊരു പരിശീലനം, അധ്യാപികയാണ്, അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ഇത്തരത്തിലൊരു പരിശീലനം ലഭിച്ചിരുന്നു. അവർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവർ അതിൽ നിന്ന് കുട്ടിയെ രക്ഷപ്പെടുത്താനൊക്കെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ കുഞ്ഞ് ഒരു ബോധം അറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. വീട്ടിൻ്റെ അകത്തുണ്ടായിരുന്നു ആ സമയത്ത് ഷഫീഖ്. ഉടൻ തന്നെ വരികയും അദ്ദേഹത്തിന് ഈ സിവിൽ ഡിഫൻസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പരിശീലനം ആ സമയത്ത് തുണയാവുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹം ആ കുട്ടിക്ക് പ്രഥമ ശുശ്രൂഷ കൃത്യമായിട്ട് നൽകുകയും ജീവൻ രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അപ്പോൾ തന്നെ കുട്ടിക്ക് ബോധം വരികയും ശ്വാസം ശരിയാവുകയും ചെയ്തു. മറ്റാശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അടക്കമുള്ള ഒരു സാഹചര്യത്തിലേക്കും പോയില്ല എന്നുള്ളത് കൂടി വലിയ ആശ്വാസമാണ്. അപ്പോൾ നമ്മൾ ഒരു CPR ഒക്കെ പഠിക്കേണ്ടത് എത്രത്തോളം ആവശ്യമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു ദൃഷ്ടാന്തം കൂടിയാണ് നമുക്ക് ഈ കാഴ്ച. ഉന്മേഷ്. ശരി വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് നഗരത്തിലെ വടക്കന്തറയിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 5ാം ക്ലാസ്സുകാരനും സ്ത്രീക്കും പരിക്കേറ്റു. ഇന്ന് വൈകിട്ടായിരുന്നു ഈ സംഭവം. വ്യാസ വിദ്യാനികേതൻ സ്കൂളിന് സമീപത്തെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു പൊട്ടിത്തെറി. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. സ്കൂളിന് പുറത്ത് വീടിന് സമീപം കണ്ട പന്തിന് സമാനമായ വസ്തു കുട്ടി എടുത്തു നോക്കുകയായിരുന്നു. സ്ഫോടക വസ്തുവാണെന്ന് തിരിച്ചറിയാതെ 5ാം ക്ലാസ്സുകാരൻ ഇത് കല്ലുകൊണ്ട് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമിച്ചു. സമീപവാസിയായ സ്ത്രീയാണ് അതെടുത്ത് ദൂരെ കളയാൻ പറഞ്ഞത്. എറിഞ്ഞതും ഉഗ്രശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പോൾ പടക്കം പോലത്തെ എന്തോ കണ്ടു എന്ന് പറയാം കുട്ടി. ആ കുട്ടി അതെടുത്തിട്ട് കല്ല് വെച്ച് പൊട്ടിക്കാൻ നോക്കി, പൊട്ടിയില്ല. പിന്നെ തൊട്ടടുത്ത് അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു കൊടുത്ത് തൂക്കി എറിയടാന്ന് പറഞ്ഞു. എറിഞ്ഞപ്പോൾ അത് നല്ല ഉഗ്രശബ്ദത്തോട് പൊട്ടി. കുട്ടി അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെറിയ പരിക്കേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിച്ചെന്നല്ല, പിന്നെ നോക്കിയപ്പോഴാണ് അതുപോലത്തെ 4 കൂടെ കിട്ടിയത്. 5ാം ക്ലാസ്സുകാരന് കൈക്ക് നേരിയ പരിക്കും സമീപവാസിയായ സ്ത്രീക്ക് കാലിന് ചെറിയ പരിക്കും മാത്രമാണ് ഉണ്ടായത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ ഇതിന് സമാനമായ 4 സ്ഫോടക വസ്തുക്കൾ കൂടി സ്കൂളിന് സമീപത്ത് നിന്ന് കണ്ടെടുത്തു. പ്രദേശത്ത് ബോംബ് സ്ക്വാഡും പരിശോധന നടത്തി. കണ്ടെടുത്ത സ്ഫോടക വസ്തു കൂടുതൽ പരിശോധനകൾക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 പാലക്കാട്. ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജനെത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമണം നടത്തിയത്. അക്രമിയെ പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. വീടിനുള്ളിൽ കയറി ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതും കൈകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. പിടിവലിക്കിടയിൽ രേഖാ ഗുപ്ത നിലത്ത് വീണു. देखा हमने कि चिल्लाने की आवाज़ आई तो देखा तो वो अटैक करने वाला था, उन पे अटैक कर दिया उसने. और मतलब जब वो हाथापाई उसने करी, बाल वाल खींचे उनके साथ, तब तक उनकी सिक्योरिटी भी वहीं थी, उन्होंने पकड़ लिया उसको. नहीं, कुछ वेपन कुछ नहीं था. हाँ, हाथ से ही उसने मारा उनको. 41-കാരനായ രാജേഷ് കിംജി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. ആക്രമണത്തിന് മുമ്പ് പ്രതി മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം കറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത മറ്റൊരു പരിപാടിയിലും ഇയാൾ എത്തിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. രേഖാ ഗുപ്തയ്ക്ക് സാരമായ പരിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 24 ഡൽഹി. മലപ്പുറം നിലമ്പൂർ ആനക്കുളത്ത് കുടുംബങ്ങൾ താമസിക്കുന്നത് സുരക്ഷിതമല്ലാത്ത സ്ഥലത്തെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. 5 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അടിയന്തരമായി ഇവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് റിപ്പോർട്ട്. 7 വർഷത്തിന് ശേഷമാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പുനരധിവാസം ആവശ്യപ്പെട്ട് നിരവധി തവണ ഈ കുടുംബങ്ങൾ പരാതി നൽകിയിരുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിപിൻ, പറയൂ. ഉന്മേഷ്, 2018 ഈ ചാലിയാർ പഞ്ചായത്തിലെ ചെട്ടിയാൻപാറയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഈ ഉരുൾപൊട്ടലിൽ 6 പേരുടെ ജീവനാണ് അത് കവർന്നത്. ഒപ്പം തന്നെ അതിനോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ ആനക്കുളം എന്നുള്ളത്. അവിടെ ജീവിക്കാൻ, അതായത് ഒട്ടും വാസയോഗ്യമല്ല എന്നുള്ളത് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ബാക്കി പത്രം ആ ഒരു പ്രദേശത്ത് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ റവന്യൂ വകുപ്പിന്റെയും ഒപ്പം തന്നെ അന്നത്തെ ജിയോളജി വകുപ്പിന്റെയും ഒക്കെ ഈ വീടുകൾ പരിശോധിക്കുകയും ഇവരെ പ്രളയ സമയത്ത് മാത്രം മാറ്റി താമസിപ്പിച്ചാൽ മതി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് അവിടെ കൊടുത്തത്.
ഇതോടുകൂടി തന്നെ ഇവരുടെ പുനരധിവാസത്തെ സംബന്ധിച്ചിട്ടുള്ള വാതിലുകളെല്ലാം തന്നെ അടയുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതാ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവർ നിരന്തരമായി പരാതി പറയുകയും പി കെ ബഷീർ MLA-യും ഒപ്പം ആന്റണി രാജു ഒക്കെ ഈ വിഷയത്തിൽ ഇടപെടുകയും നിയമസഭയിൽ ഇത് പറയുകയൊക്കെ ചെയ്തതാണ്. അതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാവുകയും വീണ്ടും ഒരു ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതി ആ സ്ഥലം പരിശോധിക്കുകയും ഈ വീടിനൊപ്പം തന്നെ മണ്ണും പരിശോധിച്ചു. ഈ മണ്ണ് പരിശോധിച്ചതിലാണ് അവിടെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ ഒട്ടും വാസയോഗ്യമല്ല, ഉടൻ തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കണം എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ജില്ലാ കലക്ടർക്ക് കൈമാറും. ഒപ്പം തന്നെ പുനരധിവാസം ആവശ്യപ്പെട്ട് ഈ ദുരന്ത ബാധിതരോട് തഹസിൽദാർക്ക് ഒരു പരാതി വീണ്ടും നൽകാൻ കൂടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 6 കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുടുംബത്തിന് മാത്രമാണ് മാറി താമസിക്കുന്നതിന് വീട് വയ്ക്കുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നത്. മറ്റുള്ള 5 കുടുംബങ്ങൾ അവർ ഒറ്റപ്പെട്ട പോലെയായിരുന്നു കഴിഞ്ഞ ഈ 7 വർഷവും കഴിഞ്ഞിരുന്നത്. അവർക്കാണ് ഇപ്പോൾ ഒരു നീതി ലഭിക്കുന്നത്. അവർക്ക് കൂടി ഈ പുനരധിവാസത്തിന് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടി പ്രതീക്ഷിക്കുന്നു. വലിയ അവർക്ക് വലിയ പ്രതിസന്ധികളായിരുന്നു. കാരണം പുറത്തേക്ക് വരുന്നതിനോ അല്ലെങ്കിൽ റോഡിലേക്കൊക്കെ പോകുന്നതിനൊക്കെ ഒട്ടും കഴിയാതെ ഇതൊരു മലയുടെ ഒരു ഒറ്റപ്പെട്ട മേഖലയായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ അവിടെ ഒട്ടും വാസയോഗ്യമല്ല എന്നുള്ള റിപ്പോർട്ട് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്കത് ആശ്വാസമുള്ള കാര്യം തന്നെയാണ്. ശരി, ആശ്വാസ വാർത്തയാണത്. വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് അച്യുതൻ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ക്രമക്കേട് ആരോപണമുണ്ട്. ഇതിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തിയിരിക്കുന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം ഇത് അന്വേഷിക്കണം എന്നാണ് ഈ ഹർജിയിൽ ആവശ്യം. സുതാര്യതയും വ്യാജ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും ഈ ഹർജിയിൽ നിർദ്ദേശമുണ്ട്. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണത്തിലാണ്, ആ വിഷയത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പൊതു താൽപര്യ ഹർജി എത്തിയിരിക്കുന്നത്. എറണാകുളത്ത് പരീക്ഷാ ദിവസം വിദ്യാർത്ഥികളോട് സ്വകാര്യ ബസിന്റെ ക്രൂരത. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയില്ല എന്നാണ് പരാതി. മോറക്കാല സെന്റ് മേരീസ് സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് LMS ബസിനെതിരെ പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. റാഫി കരീമുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റാഫി, എന്താണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ? റാഫി, തൃക്കാക്കര SHOക്ക് നൽകിയ പരാതിയാണ് ഈ വിദ്യാർത്ഥിനികൾ. 3 വിദ്യാർത്ഥിനികളാണ്, +2-ൽ പഠിക്കുകയാണ്. മോറക്കാല സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നത്. ഇന്ന് ഈ കുട്ടികൾക്ക് ഓണപരീക്ഷയായിരുന്നു. ഈ ഓണപരീക്ഷയ്ക്ക് എത്തുന്നതിന് വേണ്ടിയാണ് കാക്കനാട് അത്താണിയിലെ ബസ് സ്റ്റോപ്പിൽ ഉച്ചയ്ക്ക് 12 മണിയോടെ ഈ വിദ്യാർത്ഥികൾ എത്തിയത്. ഈ 3 വിദ്യാർത്ഥികൾക്കൊപ്പം മറ്റു വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം ഇതുവഴി പാസ് ചെയ്ത LMS ലീന മോട്ടോർ സർവീസ് എന്ന ബസ്സാണ് ഈ കുട്ടികളെ കയറ്റാതെ അവിടെ നിന്ന് പോയത്. ഈ കുട്ടികൾക്ക് ഈ ബസ്സിൽ കയറാൻ സാധിക്കാതെ വന്നതോടുകൂടി സ്കൂളിലേക്ക് കുട്ടികൾ എത്തിയത് വൈകിയാണ്. തൊട്ട് പിന്നാലെ എത്തിയ KSRTC ബസ്സിലാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയത്. സ്കൂളിലേക്ക് എത്തിയപ്പോഴേക്കും പരീക്ഷ ആരംഭിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഈ വിദ്യാർത്ഥികൾ പോലീസിനും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകിയിരിക്കുന്നത്. ഈ ബസ്സിനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ ബസ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ മാത്രം കയറ്റാതെ പോകുന്ന ഒരു സ്ഥിതിയാണുള്ളതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതേസമയം ഈ ബസ് അത്താണി ബസ് സ്റ്റോപ്പിൽ നിർത്തിയിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളെ കയറ്റാൻ കൂട്ടാക്കിയിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരെ കയറ്റിയതിനു ശേഷം ബസ് വിട്ടുപോവുകയായിരുന്നു എന്നുകൂടി ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടികളുടെ പരാതിയിൽ പോലീസും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ബസ്സിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും തീരുമാനിച്ചിരിക്കുന്നത്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് തിങ്കളാഴ്ച വരെ തടഞ്ഞ് ഹൈക്കോടതി. വിവാഹ വാഗ്ദാനം നൽകി എന്നത് ക്രിമിനൽ കുറ്റത്തിന് കാരണമായി കണക്കാക്കാനാകില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതേസമയം വേടനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം പോലീസ് തള്ളി. വേടന് ജാമ്യം നൽകാതിരിക്കാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ വ്യക്തമാക്കാൻ കോടതി പരാതിക്കാരിയോട് ആവശ്യപ്പെട്ടു. വേടനെതിരെ നിരവധി പെൺകുട്ടികൾ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നും ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പരാതിക്കാരി പറഞ്ഞു. മറ്റു കേസുകൾ മുന്നിലില്ലെന്ന് കോടതിയുടെ മറുപടി. പോലീസ് വേടനെ സംരക്ഷിക്കുന്നുവെന്ന ആരോപണം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും തള്ളി. വേടൻ ഇപ്പോൾ എബ്സ്കോണ്ടിംഗ് ആണ്. അപ്പോൾ അവർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട് കുറേ ദിവസം മുമ്പ്. അത് കോടതിയുടെ പണികളിലാണ്. അപ്പോൾ കോടതിയുടെ നിർദ്ദേശങ്ങൾ മറ്റ് അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന പരിപാടികൾ. കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ ബുധനാഴ്ച വരെ സമയം വേണമെന്ന് പരാതിക്കാരി ആവശ്യപ്പെട്ടു. വേടനെതിരെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല. വിഷ്ണു സുരേഷ്, 24, കൊച്ചി.
കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച യുവജന സമ്പർക്ക യാത്രയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നതിൽ വിവാദം. വിട്ടുനിന്നെങ്കിൽ അത് തെറ്റാണെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറും പരിപാടിക്ക് മണ്ഡലം പ്രസിഡന്റ് തന്നെ ക്ഷണിച്ചിരുന്നില്ലെന്ന് ചാണ്ടി ഉമ്മനും പ്രതികരിച്ചു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കമാണ് പിന്നിലെന്ന പ്രചാരണം ശക്തമായതോടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് എന്ന വിശദീകരണവുമായി ഇരുവരും രംഗത്തെത്തി. കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്നാണ് ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നത്. കോഴിക്കോട് ഉണ്ടായിട്ടും പരിപാടിയിൽ പങ്കെടുക്കാത്തതിൽ DCC നേതൃത്വം അതൃപ്തി തുറന്നു പറഞ്ഞു. താൻ പരിപാടി ഏറ്റിരുന്നില്ലെന്ന മറുപടിയുമായി ചാണ്ടി ഉമ്മനും. ചാണ്ടി ഉമ്മനോട് പങ്കെടുക്കാൻ വേണ്ടി DCC ആവശ്യപ്പെട്ടതാണ്. അതെന്താണ് പങ്കെടുത്ത് ഞാൻ അന്വേഷിക്കുന്നത്. അത് ചാണ്ടി ഉമ്മൻ ബോധപൂർവ്വമാണ് ഞാൻ കരുതുന്നില്ല. ബോധപൂർവമാണെങ്കിൽ ആ നടപടി തെറ്റാണ്. ഈ പ്രസിഡന്റിനെ വിളിച്ചിട്ടുമില്ല, ഈ പരിപാടിക്ക് തന്നെ പ്രസിഡന്റ് വിളിച്ചിട്ടുമില്ല, ഈ മണ്ഡലം പ്രസിഡന്റ്. മുൻകൂട്ടി ക്ഷണിച്ചിരുന്നില്ലെന്ന ചാണ്ടി ഉമ്മന്റെ വാദം സൗത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് PP റമീസ് തള്ളി. വിവാദം കനത്തതോടെ ചാണ്ടി ഉമ്മൻ DCC ഓഫീസിൽ നേരിട്ടെത്തി. എല്ലാത്തിനും കാരണം കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് ചാണ്ടി ഉമ്മനും പ്രവീൺകുമാറും. അയാൾ വളരെ ലേറ്റ് ആയിട്ടാണ് ഇതിൽ എത്തിയത്. അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അതിൽ നോ കൺഫ്യൂഷൻ. ആ പരിപാടിയിൽ അടുത്ത ദിവസം പങ്കെടുക്കുകയും ചെയ്യും. എൻ്റെ അടുത്ത് എന്തായാലും മണ്ഡലം പ്രസിഡന്റ് ഇത് പറഞ്ഞിട്ടില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു തർക്കത്തിനില്ല. ഞങ്ങൾ ഒരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഒരു ആവശ്യമില്ലാത്ത വിവാദം നിങ്ങൾ ഉണ്ടാക്കുകയല്ലേ. T. സിദ്ദിഖ്, ഷാഫി പറമ്പിൽ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ് ചാണ്ടി ഉമ്മന്റെ വിട്ടുനിൽക്കലെന്നാണ് സൂചന. 24 കോഴിക്കോട്. സംസ്ഥാന നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിയ കത്ത് ചോർച്ചാ വിവാദം CPIM ചർച്ച ചെയ്യും. നാളെ ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് വിശദമായ മറുപടി നൽകുമെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദ് പ്രതികരിച്ചു. ഈ മാസം 7 നടന്ന CPIM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് കത്തുചോർത്തൽ വിവാദം പുറത്തുവരുന്നത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൽ ഇതുവരെ വിവാദത്തിൽ ചർച്ച നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകൻ ശ്യാംജിത്തും ആരോപണ നിഴലിലായതിനാൽ വിവാദം പരാമർശിക്കാതെ പോകാൻ നേതൃത്വത്തിനും കഴിയില്ല. വിവാദത്തോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണവും യോഗത്തിൽ ഉണ്ടായേക്കും. ഡൽഹിയിലെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് പോകാതിരുന്ന മുഖ്യമന്ത്രി ഇതുവരെ പാർട്ടിക്കകത്തോ പുറത്തോ വിവാദത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. MV ഗോവിന്ദന്റെ വക്കീൽ നോട്ടീസിന് പ്രതികരണവുമായി പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് രംഗത്ത് വന്നിട്ടുണ്ട്. FB പോസ്റ്റിലൂടെയാണ് ഷർഷാദിന്റെ പ്രതികരണം. വക്കീൽ നോട്ടീസിന് വിശദമായ മറുപടി നൽകുമെന്ന് ഷർഷാദ് അറിയിച്ചു. കുടുംബം തകർത്തവന്റെ കൂടെയാണ് പാർട്ടിയെങ്കിൽ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറയേണ്ടി വരും. കുടുംബത്തെക്കാൾ വലുതല്ല ഏത് പാർട്ടി സെക്രട്ടറിയുടെ മകനും. ഇനി മുതൽ ലൈവും ബ്രേക്കിങ്ങും ചെന്നൈയിൽ നിന്നും ഷർഷാദ് FB പോസ്റ്റിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പരാതികൾ പരിഹരിക്കാൻ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുമായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. DME തലത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, HODമാർ എന്നിവരടങ്ങുന്നതാണ് സമിതി. സർക്കാർ ആശുപത്രികളിലെ ചികിത്സ സംബന്ധിച്ച് രോഗികളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പരാതി പരിഹാര സെല്ലും പുനഃസംഘടിപ്പിച്ചു. 24 എക്സ്ക്ലൂസീവ്. പരിമിതികളിൽ നട്ടം തിരിയുന്ന പ്രധാന സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള പരാതികൾ സിസ്റ്റത്തിനുള്ളിൽ തന്നെ പരിഹരിക്കുന്നതിന് സർക്കാർ നീക്കം തുടങ്ങി. മെഡിക്കൽ കോളേജുകളിൽ നിന്നുയരുന്ന ആഭ്യന്തര പരാതികൾ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിലെ ഉപസമിതി പരിശോധിക്കും. ഉപകരണക്ഷാമം മൂലം ശസ്ത്രക്രിയ മുടങ്ങിയതുൾപ്പെടെയുള്ള മുഴുവൻ പരാതികളും ഇനി മുതൽ ആഭ്യന്തര പരാതി പരിഹാര സമിതിയുടെ മുന്നിലെത്തുമെന്ന് സാരം. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ HODമാർ നടത്തിയ പരസ്യ പ്രതികരണങ്ങളും തുടർന്നുണ്ടായ വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര പരാതി പരിഹാര സമിതി രൂപീകരിക്കാനുള്ള തീരുമാനം. സർക്കാർ ആശുപത്രികളിലെ ചികിത്സ സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയരുന്നതിനിടെ പരാതി പരിഹാര സെല്ലും ആരോഗ്യവകുപ്പ് പുനഃസംഘടിപ്പിച്ചു. രോഗികളുടെ പരാതികൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. മുൻ അഡീഷണൽ നിയമ സെക്രട്ടറി N. ജീവൻ അധ്യക്ഷനായ 3-അംഗ സമിതിയാണ് രൂപീകരിച്ചത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് അവയവ മാറ്റിവെക്കലിനായി കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് 2832 പേർ. ഇതിൽ 2193 പേരും വൃക്ക രോഗികളാണ്. മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കാൻ രൂപീകരിച്ച കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് സർക്കാർ ഡോക്ടർ തന്നെ പറഞ്ഞത് വിവാദമായിരുന്നു. അവയവ മാറ്റിവെക്കലിലൂടെ പൊതുജീവൻ കാത്ത് കഴിയുന്നത് 2832 പേരാണ്. ഇതിൽ കൂടുതലും വൃക്ക രോഗികളാണ്, 2193 പേർ. 71 രോഗികൾ ഹൃദയത്തിനായി കാത്തിരിക്കുമ്പോൾ 498 പേരാണ് കരളിനായി അപേക്ഷ നൽകിയത്. 30 പേർക്ക് ഒന്നിലധികം അവയവങ്ങൾ ആവശ്യമാണ്. 10 പാൻക്രിയാസും 3 ചെറുകുടലും 20 കോർണിയയും ആവശ്യമുള്ളവരുണ്ട്. കൈകൾക്കായി 6 അപേക്ഷകളും കേസോട്ടോയിലുണ്ട്. സർക്കാർ സ്വകാര്യ മേഖലകളിൽ മരണാനന്തര അവയവദാനത്തിലൂടെ ശസ്ത്രക്രിയ നടക്കണമെങ്കിൽ രോഗി കേസോട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം.
ചില സ്വകാര്യ ആശുപത്രികൾ അവയവ മാറ്റിവയ്ക്കൽ നിർദ്ദേശിച്ചാലുടൻ വൻതുക കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആശുപത്രിയിൽ വലിയ തുക അടച്ചാൽ മാത്രമേ കേസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഉയരുന്ന ആക്ഷേപം. 24 തിരുവനന്തപുരം. ദേശീയ ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതാ ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന് ഇരട്ട മെഡൽ. സ്വർണം സ്വന്തമാക്കി സാന്ദ്ര ബാബു. 13.20 മീറ്റർ ചാടിയാണ് മെഡൽ നേട്ടം. 13.15 മീറ്റർ ചാടി അലീന ഷാജി വെള്ളി മെഡൽ നേടി. മെഡൽ നേടാനായതിൽ സന്തോഷമെന്ന് അലീന ഷാജി 24നോട് പറഞ്ഞു. ബെസ്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ടാണ് വന്നത്. എന്നാലും 13-15 ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ സാറിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നു. ക്ലൈമറ്റ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയില്ല. നല്ലപോലെ വാം ആവുന്നുണ്ടായിരുന്നു. പിന്നെ ട്രാക്ക് കുറച്ച് ഹാർഡായ പോലെ എനിക്ക് തോന്നി. പിന്നെ കുഴപ്പമില്ല, ചെയ്യാൻ പറ്റി. 13 മീറ്റർ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഹാപ്പി ആയി. ഇനിയിപ്പം അതിലും ബെറ്ററായിട്ട് ചെയ്യണം. ഇപ്പോൾ സാറിൻ്റെ കൂടെ കയറിയിട്ട് കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. കുറച്ച് നാളും കൂടെ സാറിനോട് നിന്ന് ലൈഫ് ബെസ്റ്റ് ഞാനതിൽ 14+ ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹം. ട്രിപ്പിൾ ജമ്പ് അവസാന ചാട്ടത്തിനിടെ സാന്ദ്ര ബാബുവിന് പരിക്കേറ്റു. കാലിന്റെ കുഴക്കാണ് പരിക്ക്. നാളെ നടക്കുന്ന ലോങ് ജമ്പ് മത്സരം നഷ്ടമാകും. മുഹമ്മദ് റയീസുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റയീസ്, കേരളത്തിന് ഏതൊക്കെ ഇനങ്ങളിലാണ് നേട്ടം? ആർക്കൊക്കെയാണ് മെഡലുകൾ? മുഹമ്മദ് റയീസ്. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരളത്തിന് ഒരുപോലെ തന്നെ സന്തോഷവും ഒപ്പം നിരാശയും സമ്മാനിച്ച ദിനമാണ് കടന്നുപോയത്. ഈ ടൂർണമെന്റിന്റെ ആദ്യ ദിനത്തിൽ തന്നെ, ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യക്ക് കേരളത്തിന് 2 മെഡലുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വനിതാ ട്രിപ്പിൾ ജമ്പിലാണ് ഇരട്ട മെഡൽ നേട്ടമുള്ളത്. സ്വർണം സ്വന്തമാക്കിയത് സാന്ദ്ര ബാബു ആണ്. 13.20 മീറ്റർ ചാടി സാന്ദ്ര സ്വർണം സ്വന്തമാക്കുന്നു. ഒപ്പം തന്നെ 13.15 മീറ്റർ ചാടി അലീന ഷാജി വെള്ളി മെഡലും സ്വന്തമാക്കുന്നു. അപ്പോൾ അത് വലിയൊരു നേട്ടമായി കണക്കാക്കിയിരിക്കെ അവസാന ചാട്ടത്തിനെത്തിയ സാന്ദ്ര ബാബുവിന് പിഴച്ചു. സാന്ദ്രയ്ക്ക് ട്രാക്കിൽ വീണ് പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. ചാട്ടം പൂർത്തിയാക്കുന്നതിനിടയിൽ സ്കിഡായി താരം വീഴുകയായിരുന്നു. കാലിൻ്റെ കുഴയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിനാൽ തന്നെ നാളെ നടക്കുന്ന ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ താരത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ്. ചില ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെയും മറികടന്നുകൊണ്ടാണ് സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ എത്തുകയും സ്വർണ്ണ മെഡൽ തന്നെ നേടുകയും ചെയ്തത്. അവസാന ചാട്ടം ഒരുപക്ഷെ വേണമെങ്കിൽ സാന്ദ്രയ്ക്ക് ഒഴിവാക്കാമായിരുന്നു. മെഡൽ ഉറപ്പിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് അവസാന ചാട്ടത്തിന് തയ്യാറാകുന്നത്. പക്ഷേ അപ്പോൾ അവസാനം ഒരു ചാട്ടത്തോടു കൂടി തന്നെ മെഡൽ നേടാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു താരം അത്തരത്തിലൊരു ചാൻസ് എടുത്തത്, ആ ഒരു അറ്റംപ്റ്റിന് തയ്യാറായത്. പക്ഷേ എന്തായാലും അതിനിടയിൽ ഒരു പരിക്ക് പറ്റുകയും നാളെ നടക്കുന്ന ഒരു നിർണായക മത്സരത്തിൽ കേരളത്തിന്റെ ഏറ്റവും ഉറച്ച മെഡൽ പ്രതീക്ഷയായ സാന്ദ്രയ്ക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിരാശാജനകമായ വാർത്ത കൂടി ആദ്യ ദിനം പുറത്തു വരുന്നുണ്ട്. 4 ഫൈനലുകൾ നടന്നതിൽ ഈ ഒരു ഇനത്തിൽ മാത്രമാണ് കേരളത്തിന് 2 മെഡലുകൾ സ്വന്തമാക്കാനായത്. എന്തായാലും നാളെയും ഒക്കെ കേരളം പ്രതീക്ഷിക്കുന്ന ഒരുപാട് മത്സരങ്ങളുണ്ട്. ഉന്മേഷ്, പ്രതീക്ഷയോടെ കേരളം നാളത്തെ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. റാഫി കരീം ഇപ്പോൾ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. പറവൂരിലെ യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ പ്രതികളുടെ മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന്റെ ശ്രമം എന്നൊരു വാർത്ത ഇപ്പോൾ റാഫി കരീം റിപ്പോർട്ട് ചെയ്യുന്നു. മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലീസ് എത്തി. എന്നാൽ പോലീസിനെ തടഞ്ഞു. പോലീസ് നടപടി തെറ്റ് എന്ന് അഭിഭാഷക ഇപ്പോൾ പറയുന്നു. പക്ഷേ പോലീസ് സംഘം മടങ്ങുന്നില്ല. റാഫി കരീം, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റാഫി, ചില നാടകീയ രംഗങ്ങൾക്കാണ് ഇപ്പോൾ കലൂരിൽ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം നേരത്തെ ഈ പറവൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോലീസ് 2 പേർക്കെതിരെ കേസെടുത്തിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും ഭാര്യയ്ക്കെതിരെയും ഈ പലിശ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളായ ആളുകളുടെ മകളുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്താണ് മകളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം എത്തിയത്. എന്നാൽ വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ്
സമയത്താണ് ഈ പോലീസ് എത്തിയത് എന്നുള്ളതാണ് ആക്ഷേപമുള്ളത്. ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ തടയുകയാണ്. ഇപ്പോൾ ഈ മകളുടെ അഭിഭാഷക നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? എനിക്കൊരു 7:30 ആകുമ്പോഴാണ് കോൾ വരുന്നത്. ഇതുപോലെ എൻ്റെ ക്ലയന്റിനെ അവരുടെ ഹസ്ബൻഡിന്റെ സ്ഥാപനത്തിൽ വന്നതാണ്. ആ സമയത്ത് നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും മഫ്തിയിൽ 2 പോലീസുകാർ വന്ന് നിങ്ങളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോലീസ് ജീപ്പിൽ കയറി വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഫോണിലൂടെ സംസാരിച്ചു. അവരെന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല. തുടർന്ന് ഈ പരിസരത്ത് തന്നെ ഞാൻ ഉണ്ടായതുകൊണ്ട് ഞാനും എൻ്റെ സുഹൃത്ത് അഡ്വക്കേറ്റ് രമേശ് ഞങ്ങളുടെ ഒന്നിച്ച് പെട്ടെന്ന് ഇവിടത്തേക്ക് എത്തി. ആ സമയത്ത് ഇവരുടെ കൂടെ ഒരു വനിതാ പോലീസ് കൂടിയില്ല. ഒരു വനിതയെ സൺസെറ്റിന് ശേഷം, അതായത് സൂര്യാസ്തമനത്തിന് ശേഷം അറസ്റ്റ് ചെയ്യുന്നതിന് വളരെ കൃത്യമായ നിയമ സംവിധാനം ഇന്ത്യയിലുള്ളതാണ്. അതനുസരിച്ചുള്ള യാതൊന്നും ഈ പോലീസുകാർ നടപടിക്രമം പാലിച്ചിട്ടില്ല. ഒരു വനിതാ പോലീസ് ഓഫീസർ ഒരു റിപ്പോർട്ട്, അത്രയും പകലാണെങ്കിൽ പോലും വനിതാ പോലീസിന് ഇല്ലാതെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് രാത്രിയാണ്, 7:30 ശേഷമാണ് സമയമുണ്ടായത്. ആ സമയത്ത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു ഹീനസ് ഒഫൻസ് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുത്തിട്ട് മജിസ്ട്രേറ്റിന്റെ അനുമതി പത്രത്തോടു കൂടി മാത്രമേ പോലീസിന് ഈ പോലീസ് പറയുന്നത് ഈ സ്ത്രീ പ്രതിയാണെന്നാണ്. ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ട്? പോലീസ് ഈ സ്ത്രീ പ്രതിയാണെന്ന് പറയുന്നില്ല, ചോദ്യം ചെയ്യാനാണ് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. പോലീസ് FIRന്റെ കോപ്പി ഇതുവരെ ഞങ്ങൾ അഭിഭാഷകർ ചോദിച്ചിട്ടും കാണിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു ആത്മഹത്യാ പ്രേരണാ കുറ്റം അവരുടെ അയൽവാസിയായ എന്റെ ക്ലയന്റിന്റെ അച്ഛന്റെ അമ്മയ്ക്ക് എതിരെയും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അവർ ആ പ്രദേശത്ത് ഇല്ല. സോ അവരെ തിരിച്ചു കൊണ്ടുവരിക്കാനായി ഒരു പ്രഷർ ടാക്ടിക്കാണ് പോലീസ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു വനിതയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളകത്തേക്ക് ബന്ധമില്ല, നിങ്ങളകത്തേക്ക് കടത്തി വിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഹരാസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ നമ്മൾ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെയും എന്റെ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യുമെന്നാ പറഞ്ഞത്. ഞങ്ങൾ അഭിഭാഷകർ ഈ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ നിയമാനുസരണമല്ലാതെ ഈ ഒരു സ്ത്രീയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കൃത്യമായി തറപ്പിച്ചു പറഞ്ഞു. ആ തറപ്പിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ SHO അടക്കമുള്ളവർ ഞങ്ങളെ ഹരാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ കോടതിയോട് പറഞ്ഞോളും, ഞങ്ങളെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഇവരിപ്പോ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? ഇവര് വെയിറ്റ് ചെയ്യുന്നത് ഇവര് ആക്ച്വലി ജൂറിസ്ഡിക്ഷനിൽ ഞങ്ങൾ ഈ പറഞ്ഞ നിയമ നടപടി ഒന്നും പൂർത്തിയാക്കിയിട്ടില്ല. അതെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴും ഈ സ്ത്രീയെ തടവിൽ വെച്ചിരിക്കുക. ഒരു 3 ഭക്ഷണമോ വെള്ളമോ കൊടുക്കാണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വനിതയെ രാത്രി ഒരു കാരണം, അതായത് ഈ സ്ത്രീ ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇതൊരു പ്രതിയല്ല. പുള്ളിക്കാരിയുടെ അമ്മയും അച്ഛനും വേറൊരു സിസ്റ്ററും ഉണ്ട്. സിസ്റ്ററും പ്രതിയാണെന്ന് പറയുന്നു. പക്ഷെ യാതൊരുവിധ BNS പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട യാതൊരുവിധ നിയമാനുസൃതമായ ഒരു പ്രക്രിയയും ഒരു ഡോക്യുമെന്റും ഒരു ഡോക്യുമെന്റേഷൻസും ചെയ്യാണ്ടാണ് ഇവർ ഈ സ്ത്രീയെ രാത്രി അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അതിന് ഞങ്ങൾ 2 അഭിഭാഷകർ ഞങ്ങൾ എതിർത്തു. നിങ്ങൾ നിയമാനുസരണമല്ലാണ്ട് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള കാരണം മാത്രമേ ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുള്ളൂ. തീർച്ചയായും ഇവർ പറയുന്നത് പോലെ നിയമ നടപടികൾ പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലേക്ക് എടുക്കാൻ പോലീസ് സംഘം എത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആ സ്ത്രീയുടെ ദൃശ്യങ്ങൾ കാണാം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥാപനത്തിന്റെ തൊട്ടുമുകളിൽ ഒരു മുറിയിലാണ് ഈ സ്ത്രീ ഉള്ളത്. മകളാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഭാര്യയുടെയും അവരുടെ ഒരു മകളാണ് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ആ സ്ത്രീയുടെ ഭർത്താവാണ്. ഞാൻ ഈ ദൃശ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു കുടിസ് മുറിയിൽ ഒരു ഓഫീസ് മുറിയിൽ ആ സ്ത്രീയെ പൂട്ടിയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അഭിഭാഷകർ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ ആ സ്ത്രീ ഇരിക്കുന്നത് കാണാം. കഴിഞ്ഞ 3.5 മണിക്കൂറായി ആ സ്ത്രീ അത്തരത്തിൽ ഇരിക്കുകയാണ്. പോലീസ് അതിന് പുറത്ത് കാവൽ നിൽക്കുന്നുണ്ട്. ഈ അഭിഭാഷകയെയോ ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളെയോ ഈ മുറിയിലേക്ക് കടക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അഭിഭാഷക ഇപ്പോൾ പറയുന്നത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഈ പോലീസ് ഇങ്ങോട്ട് എത്തിയത്. അതായത് മഫ്തിൽ യൂണിഫോമിൽ പോലും അല്ല 2 പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടല്ലോ. അഭിഭാഷകയുടെ ആരോപണം നമ്മൾ കേട്ടു. പോലീസ് ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിക്കുന്നുണ്ടോ? പോലീസ് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം പ്രതികരിക്കാൻ കഴിയുന്ന മേലുദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഉദ്യോഗസ്ഥരെ നമ്മൾ സമീപിച്ചിരുന്നപ്പോൾ പോലീസ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോഴും പോലീസ് സംഘം ഇവിടെ തുടരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്ത്രീയും ഈ മകളും. ഏതായാലും ഇത്തരമൊരു ആരോപണം അവരുടെ അഭിഭാഷക മുന്നോട്ട് വെക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുമില്ല. റാഫി കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു. കായിക വാർത്താ മേഖലയിൽ റിപ്പോർട്ടിംഗിനായി ഏർപ്പെടുത്തിയ ഇൻഡിവുഡ് മീഡിയ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു. 24 സീനിയർ റിപ്പോർട്ടർ സലിം മാലിക് എക്സലൻസ് ഇൻ സ്പോർട്സ് റിപ്പോർട്ടിംഗ് പുരസ്കാരം ഏറ്റുവാങ്ങി. സ്കൂൾ കായികമേള, KCL എന്നിവയിലെ റിപ്പോർട്ടിംഗ് മികവിനാണ് പുരസ്കാരം. ഏരീസ് ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനായ സോഹൻ റോയ് അവാർഡ് വിതരണം ചെയ്തു. ഇൻസ്പിറേഷൻ സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഏറ്റുവാങ്ങി. തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് തിയേറ്ററിൽ വെച്ചായിരുന്നു അവാർഡ് വിതരണം.